بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. സഹോദരികളെ, മദീനവാസികളായ സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, സർവശക്തനായ രാജാതിരാജനായ അർശിൻ്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ നാം ഓരോരുത്തരും പഠിച്ച് ഗ്രഹിച്ച് അവൻ്റെ അളമത്തിനെ മനസ്സിലാക്കി അവനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി സദാ ജീവിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപദേശങ്ങളിൽ നിന്നിട്ട് പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് സഹായിക്കട്ടെ. നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ പ്രത്യേകിച്ച് 5 വക്ത് നമസ്കാരം അതാതിന് സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കണമെന്നത് ബാധ്യതയാണെന്ന് ഓർത്തുകൊണ്ട് തന്നെ ആ ബാധ്യത നിർവഹിക്കാൻ പാടുപെടുക. അതിനും റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്ത്രീകൾ അവരവരുടെ വീട്ടിലോ പള്ളിയിലോ എവിടെയാണെങ്കിലും സ്ഥിരമായി കൃത്യമായി തന്നെ നമസ്കരിക്കുകയും ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞ് ജീവിക്കുകയും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കുക. അതിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാനിൻ്റെ വാതിൽക്കലാണ് നാം. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു ബുധനാഴ്ച മാത്രമേ നമ്മുടെ മുമ്പിൽ രാത്രി നടക്കുന്ന ക്ലാസ്സിൽ റമദാനിന് മുമ്പായി ശേഷിക്കുന്നുള്ളൂ. കഴിഞ്ഞാൽ പതിവ് പോലെ റമദാനിന് വേണ്ടി അഥവാ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ഖിയാമുൽ ലൈലിന് വേണ്ടി, നോമ്പ് നിർവഹണത്തിന് വേണ്ടി, വ്രതമനുഷ്ഠിക്കാൻ വേണ്ടി, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നാം രാത്രി വേളയിൽ നടത്താറുള്ളതായ റമദാൻ ക്ലാസ്സുകൾ തൽക്കാലം നിർത്തുന്നതും വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം മസ്ജിദ് അബീ ദർ എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദു സജദയിൽ നടക്കാറുള്ള പള്ളിയിൽ സ്ഥിരമായി ആ ക്ലാസ് നടക്കുന്നതും ആണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ അതുകൊണ്ട് തന്നെ വഴിയായി നാം ചർച്ച ചെയ്തു വരുന്നതായ വിഷയത്തിൽ ഇബാദാത്ത്, അതിനു മുമ്പ് അഖായിദ്, ഇബാദാത്ത്, മുആമലാത്ത്, അഖ്ലാഖ് എന്നീ സബ്ജക്റ്റുകളിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതായ വിഷയം അൽ മുആമലാത്ത് എന്നതാണ് എന്നതുകൊണ്ടും അപ്രകാരം റമദാനിൻ്റെ വാതിൽക്കലാവുമ്പോൾ പഠിക്കൽ അനിവാര്യമായ ഒരു ഭാഗമാണ് എന്നതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സെലക്ട് ചെയ്തത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 51 തവണ മടക്കി ആയത്തുകളിലൂടെ പറഞ്ഞതായ ഒരു സബ്ജക്റ്റും ഇസ്ലാമിൻ്റെ നമ്മുടെ നിർബന്ധ അർക്കാനുകളിൽ മൂന്നാമത്തതുമായ സക്കാത്ത് എന്ന വിഷയമാണ്.
ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ഒരു മുസ്ലിം അവൻ്റെ ആ വ്യക്തിത്വത്തെ, ആ ഇന്തിമാഇനെ, ആ മതത്തിലേക്ക് ചേർത്ത് പറയുന്നതായ തത്വത്തെ പ്രവർത്തനത്തിലൂടെ സ്ഥിരീകരിക്കാൻ വേണ്ടി ചെയ്യുന്നതായ ആദ്യത്തെ ബാധ്യതയാണല്ലോ നമസ്കാരം. അതുകൊണ്ട് തന്നെ അഖീദ കഴിഞ്ഞാൽ പരലോകത്തിൽ അഖീദയിൽ രക്ഷപ്പെടാത്തവർ നരകത്തിലാണ്. അവർ പിന്നെ വിചാരണക്ക് അവിടെ എത്തുന്നത് എന്ന പ്രശ്നമില്ല. അഖീദ കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ ആദ്യമായിട്ട് ചോദിക്കപ്പെടുന്നത് നമസ്കാരമാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള നമസ്കാരത്തോട് കൂട്ടിച്ചേർത്ത് റബ്ബ് പെട്ടെന്നുള്ള നോട്ടത്തിൽ 25 തവണ മടക്കി റബ്ബ് പറയുന്നതായ ഒരു വിഷയമാണ്, സബ്ജക്റ്റാണ് സക്ക. അഖീമുസ്സലാ വ ആതു സക്ക എന്ന ശൈലി ഖുർആനിൽ 25ഓളം തവണ പെട്ടെന്നുള്ള നോട്ടത്തിൽ കാണാൻ സാധിച്ചു. നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക എന്ന് കൂടെ തന്നെ. അതെ, അങ്ങനെയുള്ള ആ സക്കാത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പെട്ടെന്ന് ഒരു ക്ലാസ്സിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലെങ്കിലും ഷോർട്ടായി നമ്മുടെ ടൈമിനെ പരിഗണിച്ചുകൊണ്ട്, ടൈമിൻ്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് വിശദീകരണം നൽകാതെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പരിശ്രമിക്കാം. അത് ഓർമ്മ പുതുക്കൽ മാത്രമാണ്, പുതുമയുള്ള വിഷയം അല്ല എന്നതുകൊണ്ട്. അതെ, സക്കാത്ത് എന്നാൽ അറബി ഭാഷ അർത്ഥത്തിലൂടെ നോക്കുകയാണെങ്കിൽ വളരുക, അധികരിക്കുക എന്നതിന് അർത്ഥമുണ്ട്. അതെ, സക്കാത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് വളരലാണ് എന്ന് റസൂൽ പഠിപ്പിച്ച ശൈലി വേറെയുമുണ്ട്. മാനഖസ മാലും മിൻ സദഖ, ഒരാൾ ധർമ്മം ചെയ്യുമ്പോൾ ആ ധർമ്മത്തിലൂടെ അവൻ്റെ സമ്പത്ത് ഒരിക്കലും ചുരുങ്ങുന്നതല്ല, അത് വളരുകയാണ് ചെയ്യുക. റബ്ബ് പറഞ്ഞു ഖുർആനിൽ, യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. യംഹഖുല്ലാഹു റിബ, അല്ലാഹു പലിശയെ നിർമാർജനം ചെയ്യുകയാണ്, മായ്ച്ചു കളയുകയാണ്. അതിനോട് നാമും മല്ലിടണം, റബ്ബ് വെറുത്തതുപോലെ. എന്നാൽ യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, ധർമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി വർദ്ധിപ്പിച്ച് മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ, നിങ്ങളുടെ കൂടെ വെക്കുമ്പോൾ ആ സമ്പത്തുകൾ നശിക്കും. അത് ഭക്ഷണം കഴിച്ചിട്ടും വസ്ത്രം ധരിച്ചിട്ടും തിന്നിട്ടും അപ്രകാരം ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി, ഷഹവാത്തുകൾക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചത് സമാപിക്കും, അവസാനിക്കും. അതേസമയത്ത് അതിൽ നിന്നിട്ട് റബ്ബിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വമാ ഇൻദല്ലാഹി ബാഖ, അത് അള്ളാഹിന്റെ അടുക്കൽ ശേഷിക്കും. അതവൻ നമുക്ക് വേണ്ടി ബാക്കിയായി നിർത്തും, ശേഷിപ്പിച്ച് നിർത്തും. അവിടെ എത്തിയാൽ അത് പലിശ പോലെ അള്ളാഹു വർദ്ധിപ്പിച്ച് നമുക്ക് മടക്കി തരുകയും ചെയ്യും. ഇവിടെ നാം റബ്ബിൻ്റെ വഴിയിൽ ചെലവഴിക്കുന്ന നമ്മുടെ സമ്പത്ത്. മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖ. സഹോദരിമാരെ, അപ്പോൾ വർദ്ധിക്കുക എന്നാണ് നാം പഠിച്ച അർത്ഥം, ഇസ്തിലാഹി അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഇബാദാത്തുകൾ നാം പരിശോധിച്ച് നോക്കിയാൽ പല ഇനങ്ങളാണ് കാണുക. അതിൽ ശരീരാധ്വാനമുള്ളതുണ്ട്. അതാണ് നാം നമസ്കരിക്കുന്നത്. ശരീരം കൊണ്ടുള്ളതായ അധ്വാനമാണ്. അത് ഒതു പിടിക്കലാവട്ടെ, കുളിക്കലാവട്ടെ, പള്ളിയിലേക്ക് പോകലാവട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നിട്ട് തന്നെ സ്ത്രീകളെ പോലത്തെ ഒരു നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങലാവട്ടെ, അതിലെല്ലാം എന്താണ് സംഭവിക്കുന്നത്? ശരീര അധ്വാനമാണ്. അതുപോലെ തന്നെ പിന്നെ അവൻ നമുക്ക് നിർബന്ധമാക്കിയതായ ഇബാദാത്തുകളിൽ പെട്ടതാണ് നാം ഇഷ്ടപ്പെടുന്നതായ, നമ്മുടെ മെഹബൂബായ, ശരീരത്തിലേക്ക് ഇഷ്ടമുള്ളതായ സാധനമാകുന്ന സമ്പത്തിനെ ചെലവഴിക്കുക എന്നത്. അതാണ് സക്കാത്ത്. അത് നമുക്കിഷ്ടമുള്ളതാണ്, മനുഷ്യന് ഇഷ്ടമുള്ളതാണ്. ലുബ്ധത എന്നത് മനുഷ്യനിൽ ഊട്ടപ്പെട്ടതുപോലെ, മനുഷ്യന് ഒരു റിയാല് പുറത്ത് റബ്ബിൻ്റെ വഴിയിലേക്ക് പുറത്തിറങ്ങണമെങ്കിൽ വലിയ പ്രയാസം അല്ലേ?
അതേസമയത്ത് കൂടെ നടക്കുന്ന കുട്ടി ഒരു കളി സാധനം 100 റിയാലിന് വാങ്ങാൻ വേണ്ടി പറഞ്ഞാൽ ഒരു പ്രയാസമില്ല, പെട്ടെന്ന് ഇറങ്ങും 100 റിയാൽ. അല്പം മുമ്പ് ഒരു സായിൽ ചോദിക്കുന്ന വ്യക്തി, ഒരു അവശൻ, ഒരു കഴിവില്ലാത്ത ഫക്കീർ 1 റിയാലിന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ മനക്കെടാത്തവൻ 100 റിയാലിന് കളി സാധനം വാങ്ങാൻ തയ്യാറുണ്ട്. എന്തുകൊണ്ട്? ഉഹ്ദിറത്തിൽ അൻഫുസു ശുഹ എന്നതാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, നിങ്ങൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുകയാണ്, അങ്ങേയറ്റ സ്നേഹം, അങ്ങേയറ്റത്തെ ഇഷ്ടപ്പെടൽ, നിങ്ങൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപ ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. നാം ഇവിടെ പഠിച്ചതാണ് ലഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, മരണം ആസന്നമാകുന്നത് വരെ, ഖബറിന്റെ അടുക്കലേക്ക് മഖബറയിലേക്ക് എത്തുന്നത് വരെ ഇങ്ങനെ സ്വർണം വെള്ളി വർദ്ധിപ്പിക്കുക, ഡോളർ വർദ്ധിപ്പിക്കുക, റിയാൽ വർദ്ധിപ്പിക്കുക, നോട്ട് വർദ്ധിപ്പിക്കുക, ഭൗതികമായ നേട്ടങ്ങൾ അഥവാ സമ്പാദ്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിനെ റസൂൽ ആക്ഷേപിച്ച ശൈലിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് കേട്ട് മനപ്പാടമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്ക് തഇസ അബ്ദുദ്ദിർഹം തഇസ അബ്ദുദ്ദീനാർ തഇസ വന്തകസ് എന്ന് എന്ന് റസൂല് പറഞ്ഞതായ സഹീഹിലുള്ളതായ ഹദീസ്. നശിക്കട്ടെ ആര്? ഡോളറിൻ്റെ, ദിർഹമിൻ്റെ അടിമ. എപ്പോഴാണ് നാം ദിർഹമിൻ്റെ അടിമയാവുക? ദിർഹമിന് വേണ്ടി നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ, ഡോളറിന് വേണ്ടി നമസ്കാരം ഉപേക്ഷിക്കുമ്പോൾ, ഡോളറിന് വേണ്ടി അള്ളാഹിൻ്റെ വിധി വിലക്കുകൾ ഒഴിവാക്കുമ്പോൾ, അള്ളാഹിനെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം ഷിട്ടികളെ പ്രീതിപ്പെടുത്തുന്നു. എന്തിലൂടെ? സമ്പത്തിലൂടെ. അപ്പോൾ സമ്പാദ്യം നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റുമ്പോൾ, അതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം സമ്പാദ്യമല്ല, നമ്മുടെ ജീവിത ലക്ഷ്യം പരലോകമോക്ഷമാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം പരലോകത്ത് വിജയിക്കണം, ഈമാനോടുകൂടി മരിക്കണം, നമുക്ക് സ്വർഗത്തിൽ കിടക്കണം. അതിനുവേണ്ടി എന്ത് വേണം? അള്ളാഹ് തന്നതിൽ നിന്നിട്ട്, അള്ളാഹു കൽപ്പിച്ച കൽപ്പന തന്നെ തുടക്കത്തിൽ ഖുർആന്റെ ആദ്യത്തിൽ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയഖീമൂന സ്സലാ, എന്താണ്? പറയൂ. الذين يؤمنون بالغيب لا ويؤتون الزكاة എന്നില്ല, സൂറത്തുൽ ബഖറയാണിത്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയഖീമൂന സ്സലാ. നമസ്കാരം നിലനിർത്തുക എന്നത് പറഞ്ഞ ഉടനെ തന്നെ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവരുടെ കാശ് അവർ ചെലവഴിക്കുന്നല്ല, പിന്നെയോ നാം അവർക്ക് നൽകിയതിൽ നിന്നിട്ട് അവർ ചെലവഴിക്കും. മിമ്മ, അവർ മുഴുവനും എന്നല്ല, മിമ്മ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അല്പം, അതാണ്. മനസ്സിലായില്ലേ? മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ. അപ്പോൾ നമ്മുടേതല്ല. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ വരുന്നത് കൊണ്ടും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയും പറയുന്നു, ഇബാദത്തിന്റെ മജ്ജ അതിൽ നാം കാണുന്നു. ഏതിൽ? നമസ്കാരത്തിൽ കാണും പോലെ സക്കാത്തിൽ. എന്താണ്? എൻ്റെ കയ്യിലുള്ളത് മുഴുവനും അള്ളാൻ്റെതാണ്. അള്ളയാണ് മലിക്കുസ്സമാവാതി വൽ അർളി, മാലിക്കുസ്സമാവാതി വൽ അർള്. അവൻ്റെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാം മുൽക്ക്. അവൻ തന്നതുകൊണ്ടാണ് എനിക്ക് ലഭിച്ചത്, അവൻ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ ഉജൂദിൽ വന്നത്. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ളതായ സമർപ്പണ ബോധത്തോടു കൂടി അള്ളാഹു തന്നതായ സമ്പത്തിൽ നിന്നിട്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിത് കൊടുക്കുന്നത് എന്ന ബോധത്തോടു കൂടി കൊടുക്കുമ്പോൾ അത് പരിപൂർണ ഇബാദത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് നമ്മോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കാര്യം ഇസ്ലാം കാര്യം എന്ന് വേർപ്പെടുത്തിയിട്ട് റസൂലിലൂടെ പഠിപ്പിച്ചപ്പോൾ, ജിബ്രീൽ പഠിപ്പിച്ചതായ വഹയിലൂടെ മദീനത്തെ പള്ളിയിൽ മനുഷ്യകോലത്തിൽ വന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ചപ്പോൾ അൻതശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ. ഇബാദത്തുകളിലാണ് എണ്ണുന്നത്, പ്രവർത്തനങ്ങളിലാണ് എണ്ണുന്നത്, ആരാധനകളിലാണ് എണ്ണുന്നത്. മനസ്സിലായില്ലേ? പ്രീതിയോടുകൂടി നമുക്കറിയാം അറഫയിലുള്ള പ്രസംഗം പലപ്പോഴും ഹജ്ജ് സീസണിൽ ഹാജിമാരെ കേൾപ്പിക്കുമ്പോൾ നിങ്ങളും കേൾക്കും. എന്താണത്? അയ്യുഹന്നാസ് സല്ലൂ ഖംസക്കും വസൂമൂ ശഹറക്കും വഅദ്ദൂ സകാത അംവാലിക്കും. അവിടെ എന്താ റസൂൽ പറഞ്ഞത്? അതിൻ്റെ തുടക്കത്തിൽ വേറെ റിപ്പോർട്ടുകളിൽ അത് മിനയിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഉത്ഭവത്തിലായിരിക്കാം, ഓർമ്മയിൽ വരുന്നില്ല. ഉഅ്ബുദൂ റബ്ബക്കും എന്നുണ്ട്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. നബി അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികകൾ
പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അവസാനത്തെ നബിയുടെ അവസാനത്തെ പൊതുപ്രസംഗം, അത്ര വലിയ ജനാവലിയെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി അതിന് ശേഷം പ്രസംഗിച്ചിട്ടില്ല. ഏതിനു ശേഷം? ഹജ്ജത്തുൽ വദാഇന് ശേഷം. അങ്ങനെയുള്ളതായ പ്രസംഗത്തിൽ സല്ലൂ ഖംസക്കും ഉഅ്ബുദൂ റബ്ബക്കും കഴിഞ്ഞ ശേഷം നിങ്ങൾ 5 വക്ത് നമസ്കാരം നിങ്ങൾ കൃത്യമായി നമസ്കരിക്കണം. വസൂമൂ ശഹ്റക്കും, നിങ്ങൾക്ക് നിർബന്ധമായ വരാൻ പോകുന്ന അടുത്ത മാസത്തിൽ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും നൽകുമാറാകട്ടെ. വസൂമൂ ശഹ്റക്കും വഅദ്ദൂ സകാത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ റബ്ബുൽ ഇസ്സത്തിന് ആവശ്യപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്ന സക്കാത്ത് നിങ്ങൾ നൽകേണ്ടതാണ്. എങ്ങനെ നൽകണം? വദ്ദു സക്കാത്ത് അംവാലിക്കും തയ്യിബതൻ ബിഹാ അൻഫുസുക്കും. തയ്യിബതൻ ബിഹാ അൻഫുസുക്കും, പ്രീതിപ്പെട്ടുകൊണ്ട് ഇത് കൊടുക്കുന്നത്, ഇത് എൻ്റെ സമ്പത്തിൻ്റെ അഴുക്കാണ്. ആ അഴുക്ക് ശുദ്ധീകരിക്കുമ്പോൾ, എൻ്റെ അഴുക്ക് ഒഴിവാക്കുമ്പോൾ എൻ്റെ സമ്പത്ത്, എൻ്റെ കൂടെയുള്ള സമ്പത്ത് ശുദ്ധിയായി. അങ്ങനെ എൻ്റെ കൂടെയുള്ള സമ്പത്ത് ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ നൽകുന്നതാണിത് എന്ന നിലക്കും അള്ളാഹ് കൽപ്പിച്ച കൽപ്പനയ്ക്ക് ഞാൻ കീഴ്പ്പെടുകയാണ്, അനുസരിക്കുകയാണ്. ഇത് എനിക്ക് പരലോകത്തിൽ വിജയിക്കാനുള്ള മാർഗമാണ്, ഇതെൻ്റെ ബാധ്യത നിർവഹിക്കുന്നതാണ്, എൻ്റെ ഉജൂബായ ഭാഗമാണ്, എന്നതോർത്തുകൊണ്ട് പ്രീതിപ്പെട്ട് തൃപ്തിപ്പെട്ട്, എന്നല്ലാതെ എന്തൊരു സമ്പത്ത് കൊടുത്തില്ലെങ്കിൽ അപകടത്തിൽപ്പെടും, ഇത് കൊടുക്കാതിരിക്കൽ എങ്ങനെയാണ്, ജനങ്ങളും ആക്ഷേപിക്കും, പിന്നെ അള്ളാഹ് ശിക്ഷിക്കുകയും ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ല. പിന്നെയോ ഇത് പ്രീതിപ്പെട്ടുകൊണ്ട് കൊടുക്കണമെന്നതാണ്. വദൂ സകാത അംവാലിക്കും തയ്യിബതൻ ബിഹാ അൻഫുസുക്കും. ഹദീസിൻ്റെ പരിപൂർണ്ണത നിങ്ങൾക്കറിയാം. വഹജ്ജൂ ബൈത റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ്റെ കാബയെ നിങ്ങൾ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് നിർവഹിക്കാൻ കാബയിലേക്ക് ചെല്ലുക. നിങ്ങൾ ഈ കേട്ടതായ കാര്യങ്ങളൊക്കെ പ്രസംഗത്തിൻ്റെ സമാപനത്തിലാണ് ഈ ഭാഗമെങ്കിൽ, പ്രസംഗത്തിൽ ധാരാളം നബിയുടെ 23 വർഷത്തിലെ ആ പ്രധാന പോയിന്റുകൾ, ചുരുക്കങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞതാണല്ലോ. അതിലേക്കാണ് മുഴുവൻ സൂചന. പറയുന്നു, ഇതൊക്കെ നിങ്ങൾ കാട്ടിയാൽ എന്ത് കിട്ടും? തദ്ഖുലൂ ജന്നത റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതെ, ഇപ്പോൾ നാം എവിടെയാണ്? അതെ, ഇബാദത്തുകളിൽ പല ഇനങ്ങളുണ്ട്. ചിലത് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്നത്, ചിലത് ശരീരത്തിലേക്ക് മഹബത്തുള്ളതായ സാധനമായ സമ്പത്തിനെ റബ്ബിൻ്റെ വഴിയിൽ ചെലവഴിക്കലിലൂടെ, ചില സന്ദർഭത്തിൽ ശരീരത്തിനെയും ധനത്തെയും ഒരുമിച്ച് കൂട്ടിയിട്ട്, അതാണ് ഹജ്ജ്. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി നാം വരുമ്പോൾ ശരീരാധ്വാനമുണ്ട്, പിന്നെന്തുണ്ട്? കാശ് ചെലവഴിക്കലും കൂടിയുണ്ട്. അപ്പോൾ കാശ് ചെലവഴിക്കലും ശരീരാധ്വാനവും രണ്ടുമുള്ളതായ അമലാണ് ഹജ്ജും ഉംറയും. അപ്പോൾ റബ്ബ് കൽപ്പിച്ച കൽപ്പനകളുടെ ഇനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശരീരത്തിന് സ്നേഹമുള്ളതായ തീറ്റ, ശരീരത്തിന് ആഗ്രഹമുള്ളതായ ഭക്ഷണം, ശരീരത്തിന് ആഗ്രഹമുള്ളതായ പാനീയം, ശരീരത്തിന് ആഗ്രഹമുള്ളതായ സമ്പർക്കം പുലർത്തൽ, അങ്ങനെയുള്ളതായ ആ ഷഹ്വാത്തുകളെ പിടിച്ചു നിർത്തിയും കൊണ്ട് നാം ചെയ്യുന്നതായ ഇബാദത്താണ് എന്ത്? നോമ്പ്. അപ്പോൾ പല ഇനങ്ങളാണ് ഇബാദത്തുകൾ. അത് നാം പഠിച്ചു. ഇങ്ങനെയുള്ള പല ഇനങ്ങളിൽ നാം ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നതായ സക്കാത്ത് എന്ന ഈ സബ്ജക്റ്റ്, യഥാർത്ഥത്തിൽ ഇതിൽ നമാ ഉണ്ട്, വളർച്ചയുണ്ട് എന്ന് നാം പഠിച്ചു. സാങ്കേതികാർത്ഥത്തിൽ അഖദു ഷൈഇൻ മഖ്സൂസിൻ മിൻ മാലിൻ മഖ്സൂസിൻ അലാ ഔസാഫിൻ മഖ്സൂസത്തിൻ ലിതായിഫത്തിൻ മഖ്സൂസ, അതാണ് സാങ്കേതികാർത്ഥം. ദീനിൽ, നമ്മുടെ മതത്തിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിലല്ല, ഇസ്ലാമിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു പ്രത്യേക മാനയാണുള്ളത്, അല്ലേ?
മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നാം നിസ്കാരം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ കൂട്ടരെ, പഠിച്ചില്ലേ? സലാത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പ്രാർത്ഥന എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രാർത്ഥന. അത് ഇംഗ്ലീഷിൽ പ്രെയർ എന്ന് പറഞ്ഞാലും നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ നമസ്കാരം എന്ന് പറഞ്ഞാലും നമുക്കറിയാമല്ലോ, നാം അതൊക്കെ കുറിക്കുന്നത് എന്താണ്? ദുആ എന്ന അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ അറബിക് ഗ്രാമറിൽ അസ്സലാ അദ്ദുആ എന്താ പറയുക? അസ്സലാ നമസ്കാരം, അദ്ദുആ പ്രാർത്ഥന. നമ്മുടെ വിഷയം അതല്ല. എന്നതുപോലെ നാം നമസ്കാരത്തെക്കുറിച്ച് പഠിച്ചതുപോലെ അവിടെ നമസ്കാരത്തിനെ കുറിച്ച് ഇസ്ലാമിൻ്റെ മാന എന്താണ്? ഇസ്ലാം പഠിപ്പിക്കുന്നത് അറബി ഭാഷയിലുള്ള അർത്ഥം മാത്രമല്ല, ആ അർത്ഥം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളലോടുകൂടി വേറൊരു മാനയും കൂടി അതിനുണ്ട്. എന്ത്? തക്ബീർ കൊണ്ട് തുടങ്ങി തസ്ലീം കൊണ്ട് അവസാനിപ്പിക്കുന്ന സാധനം. തക്ബീർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത്, അഥവാ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി അസ്സലാമു അലൈക്കും എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്ന അതിനിടയിലുള്ള അമാലുകൾക്കാണ് എന്ത് പറയുക? ഇസ്ലാമിക നമസ്കാരം. എന്നല്ലാതെ ക്രിസ്തീയ നമസ്കാരം അതല്ല, അതുപോലെ ജൂത നമസ്കാരം അതല്ല, അതുപോലെ മറ്റു മതസ്ഥരുടെ ഹിന്ദു മതസ്ഥരുടെ നമസ്കാരം അതല്ല. അവർക്കെല്ലാം ഓരോ ശൈലികൾ അവരുടെ ആരാധനകൾക്കുണ്ടാവാം. പക്ഷെ നമ്മുടെ സലാത്തിൻ്റെ ശൈലി അത് ഇസ്ലാം പഠിപ്പിച്ച ശൈലി ഇതാണ്. എന്നതുപോലെ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആകുന്ന വളർച്ച എന്ന അർത്ഥം ലഭിക്കുന്നതായ, നമുക്ക് തസ്കിയത്ത് നൽകുന്ന, നമ്മുടെ സമ്പത്തിന് ശുദ്ധീകരണം നൽകുന്നതായ സക്കാത്ത് എന്ന വിഷയം റമളാനിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് നാം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റേതാകുന്ന പ്രത്യേകതയുണ്ട് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം ജനങ്ങളിൽ നിന്നിട്ട് പലരും റമളാനിൽ ധർമ്മം ചെയ്യുമ്പോൾ പ്രതിഫലം കൂടുതൽ ലഭിക്കുമല്ലോ എന്ന വിശ്വാസത്താൽ കഴിവുള്ളവരെന്ത് കാട്ടാറുണ്ട്? അവരവരുടെ സമ്പത്തിൻ്റെ സക്കാത്തിനെ റമളാനിലേക്ക് നീട്ടിവെക്കാറുണ്ട്. പക്ഷേ ആ നീട്ടിവെക്കുമ്പോൾ മുന്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല, പിന്തിക്കാൻ പാടുള്ളതും അല്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ബിസിനസ് തുടങ്ങിയത് കഴിഞ്ഞ റമളാനിലാണെങ്കിൽ ഈ കൊല്ലം റമളാനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ 1 വർഷം പൂർത്തിയായി, അപ്പോൾ സക്കാത്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? ഒരാൾ റമളാനിന് ശേഷം ശവ്വാലിലാണ് തുടങ്ങിയത്, പിന്നെ റമളാൻ വരുമ്പോൾ 11 മാസേലായിട്ടുള്ളൂ എന്ന് വിചാരിക്കാതെ പ്രശ്നമില്ല. റമളാൻ 1 മാസം എന്താണ്? അല്ല, നേരെ മറിച്ചാണ്. റമളാൻ മുമ്പ് വന്നു 11 മാസമാകുമ്പോൾ റമളാൻ വന്നു, അഥവാ ഷാബാനിലായി ആണ് കച്ചവടം തുടങ്ങിയത്. ഷാബാനിൽ കച്ചവടം തുടങ്ങുമ്പോഴോ 12 മാസം പൂർത്തിയാക്കുമ്പോൾ എപ്പോഴായി? ഷാബാനായി, അല്ലേ? അപ്പോൾ റമളാൻ നേരത്തെ പറഞ്ഞ തെളിവാണ്, അടയാളമാണ്, ഉദാഹരണമാണ്, ശരി അല്ലേ? 1 മാസം മുന്തിപ്പിക്കുക, 1 മാസം മുന്തിപ്പിക്കുക എന്നാൽ തെറ്റില്ല, പിന്തിപ്പിക്കരുത്. ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ ഷാബാനിലാണ് ബിസിനസ് തുടങ്ങിയതെങ്കിൽ ഷാബാനിലേക്ക് എത്തുമ്പോൾ റമളാന് മുമ്പിൽ വരെയല്ലേ, അതുകൊണ്ട് റമളാനിൽ കൊടുക്കാം എന്ന് വെച്ച് പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം നിർബന്ധ ബാധ്യതയാണ്. നീ മരിച്ചുപോയാലോ സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ്, നീ മരണപ്പെട്ടു പോയാലോ സക്കാത്ത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അപകടമാണ്. അതേസമയത്ത് മുന്തിക്കുന്നതുകൊണ്ട് എന്തില്ല? വിരോധമില്ല, ബന്ധിപ്പിക്കാൻ പാടുള്ളതുമല്ല. സക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നാം നിബന്ധന പറയുമ്പോൾ പറയാറുള്ളത്. സ്വതന്ത്രനായിരിക്കണം, മുസ്ലിം ആയിരിക്കണം, സ്വതന്ത്രനായിരിക്കണം, കൊല്ലം പൂർത്തിയാവണം, കൊല്ലത്തോട് കൊല്ലം നമ്മുടെ കൂടെ ആ സമ്പത്ത് നമ്മുടെ കസ്റ്റഡിയിൽ നമുക്ക് വേണ്ടതുപോലെ എന്തും കാട്ടാനുള്ള കഴിവുണ്ടാവണം. പ്രത്യേകിച്ച് സക്കാത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ സക്കാത്ത് കൊടുക്കുന്ന സമ്പത്ത് എൻ്റെ കൂടെയുള്ള കാശ് മാത്രമല്ല, ഏത് കാശിൻ്റെ സക്കാത്താണ് ഞാൻ കൊടുക്കുന്നത്, ആ സമ്പത്ത്, ആ ബിസിനസ്, ആ വ്യാപാരം, അല്ലെങ്കിൽ ആ സ്വർണങ്ങൾ, ആ വെള്ളികൾ, അത് എൻ്റെ കസ്റ്റഡിയിലുള്ളതായി മാറണം. മറ്റുള്ളവരുടെ കസ്റ്റഡിയിലാകുമ്പോൾ എനിക്കത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലാതെ അതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഉദാഹരണം, ഞാനൊരാൾക്ക് 10 ലക്ഷം റിയാൽ കടം കൊടുത്തു, അല്ലെങ്കിൽ നിങ്ങൾ കടം കൊടുത്തു, പക്ഷേ മൂപ്പര് സുയിപ്പാക്കാണ്. മതലുൽ ഗനിയ്യി ദുൽമുൻ നബി പറയുന്നു. ഗനി, കാശുള്ളവൻ സുയിപ്പാക്കൽ അക്രമമാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു. കാശുള്ളവൻ സ്വീപ്പാക്കാൻ പാടില്ല. കാശുള്ളവൻ നിന്റെ കടം നീ എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് വാഗ്ദാനം ചെയ്തത് ആ രൂപത്തിൽ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനെ പിന്തിപ്പിക്കാനോ അല്ലെങ്കിൽ സ്വീപ്പാക്കാനോ പാടുള്ളതല്ല. മതലുൽ ഗനിയ്യി ദുൽം. അതെ, അപ്പോൾ നാം എന്താണ് പറഞ്ഞു വന്നത്? എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ? കടം മറന്നു? ക്ഷീണമുണ്ടോ?
എനിക്കറിയാം വിധിവിലക്കുകൾ പറയുമ്പോൾ ക്ഷീണം, കഥ പറയുമ്പോൾ നല്ല ഇൻട്രസ്റ്റ്, ആവേശം, അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ കടം, നാം കൊടുത്ത കടം, ഞാൻ 10 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞല്ലേ, ആ കൊടുത്ത കടം എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിലോ, അയാൾ സ്വീപ്പാക്കുന്ന മനുഷ്യനാണ്, എനിക്ക് തരാൻ സാധ്യതയില്ല എന്ന് എനിക്ക് ശങ്കയുണ്ടെങ്കിലോ, എന്നാൽ എപ്പോഴാണ് അവൻ ആ കടം മടക്കി തരുന്നത്? ആ സന്ദർഭത്തിൽ 1 വർഷത്തിനത് കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ ഉലമാകൾ ഫുഖഹാക്കൾ ഫത്വ നൽകുന്നത്. അതേ സമയത്ത് എപ്പോൾ ചോദിച്ചാൽ കിട്ടുമെന്നുറപ്പുള്ള നമ്മുടെ കസ്റ്റഡിയിലുള്ള സമ്പത്ത് പോലെയാണ് അത് എങ്കിൽ അതിന് എന്ത് വേണം? അത് അവൻ്റെ കയ്യിലുണ്ടായാലും നിന്റെ കയ്യിലുണ്ടായാലും നിൻ്റെതാണത്, അല്ലേ? നിനക്ക് ആവശ്യമുള്ള സമയത്ത് നീ പോയി ചോദിച്ചാൽ അതിൻ്റെ കാശ് ഇവിടെ അപ്പം എടുത്ത് തരുമെന്ന് നിനക്ക് ഉറപ്പുള്ള കാശാണെങ്കിൽ നീ കൊല്ലം പ്രതി അതിന് കൊടുത്തുകൊണ്ടേയിരിക്കുകയും വേണം. അതിന് കൊടുത്തുകൊണ്ടേയിരിക്കുകയും വേണം. അതേസമയത്ത് കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്തതായ കടമാണെങ്കിൽ എപ്പോൾ കിട്ടുന്നു, 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ 10 കൊല്ലത്തിന് കൊടുക്കേണ്ടതില്ല, പിന്നെയോ 1 കൊല്ലത്തിൻ്റെ കൊടുത്താൽ മതി, കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതായ കടമാണെങ്കിൽ എന്നതാണ്. അതെ, നാം എവിടെയാണ്? സക്കാത്ത് എന്ന് പറഞ്ഞാൽ അഖ്ദു ശൈഇൻ മഖ്സൂസ്, അറിയപ്പെട്ട ഒരു സാധനത്തിനെ നാം എടുക്കുക, മിൻ മാലിൻ മഖ്സൂസ്, ഒരു പ്രത്യേക സമ്പത്തിൽ നിന്നിട്ട്, അല ഔസാഫിൻ മഖ്സൂസ, പ്രത്യേക നിബന്ധനയോട് കൂടി, ലി തായിഫത്തിൻ മഖ്സൂസ, പ്രത്യേക വകുപ്പിന് വേണ്ടി. അതാണ് സക്കാത്ത്, ശർഈയായ സക്കാത്ത് അതാണ്. എന്തിനാണ് സക്കാത്ത് നിർബന്ധമാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രയാസപ്പെടുത്താനല്ല. അങ്ങനെ മനസ്സിലാക്കിയവർ സക്കാത്ത് നിഷേധിച്ചപ്പോൾ മദീനയിൽ വെച്ചിട്ട് മഹാനായ റസൂലുള്ളാഹി വഫാത്തായ ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ ഖിലാഫത്ത് നേതൃത്വം ഖലീഫയായപ്പോൾ നേരിടേണ്ടി വന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് നേരിടേണ്ടി വന്നതായ ഏറ്റവും പ്രയാസപ്പെട്ട ഭാഗം അതെന്തായിരുന്നു? മുർത്തദ്ദുകളോട് പോരാടൽ. ആരോട്? മുർത്തദ്ദുകളോട് പോരാടൽ. എന്തായിരുന്നു അവര് പോരാടാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്? അവര് റസൂലിന് കൊടുക്കാറുണ്ടായിരുന്നതായ സക്കാത്ത് അവർ നിഷേധിച്ചു. അവർ പറഞ്ഞ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ, അവരുടെ സമ്പത്തിൽ നിന്നിട്ട് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാങ്ങുക. എന്ത്? ധർമ്മത്തെ. അവരുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ ധർമ്മത്തെ വാങ്ങുക, സക്കാത്തിനെ വാങ്ങുക. എന്തിനാണ്? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും, നിങ്ങൾ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കാൻ, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാൻ അനിവാര്യമാണ് എന്ത്? സമ്പത്തിൽ നിന്നിട്ട് നിർബന്ധമായ സക്കാത്തിനെ നീക്കിവെക്കുക എന്നത് അത് ശുദ്ധീകരണമാണ്. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അതിലൂടെ പരിഷ്കരിച്ചെടുക്കപ്പെടുന്നു, അതിലൂടെ സംസ്കരിച്ചെടുക്കപ്പെടുന്നു മനുഷ്യനെ, അള്ളാഹിലേക്ക് അടുപ്പിക്കപ്പെടുന്നു, അള്ളാഹിൻ്റെ ആളായി മാറുന്നു. അള്ളാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അള്ളാഹ് ചോദിച്ചത് കൊടുക്കുമ്പോൾ, അള്ളാഹിൻ്റെ വഴിയിൽ ചെലവഴിക്കുമ്പോൾ, അവശർക്ക് കൊടുക്കുമ്പോൾ, കഴിവില്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ, ഫക്കീറന്മാർക്ക് കൊടുക്കുമ്പോൾ, മിസ്കീന്മാർക്ക് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കുടുംബ മെമ്പർമാരിലാണ് ഫക്കീറന്മാർ മിസ്കീന്മാരാണെങ്കിൽ അവരെ മുന്തിപ്പിച്ചിട്ട് അവർക്ക് പരിഗണിച്ചു കൊടുക്കുമ്പോൾ, എന്നിട്ട് അല്ലാഹ് പറയുന്നു വസല്ലി അലൈഹിം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന സലാതക സകനുൽ ലഹും, നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. റസൂലേ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എന്ത് പറഞ്ഞു? മുർത്തദ്ദുകൾ. അത് റസൂലോട് കൽപ്പിച്ചല്ലേ? റസൂലിനോടാ പറഞ്ഞത് സക്കാത്ത് വാങ്ങാൻ. റസൂലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത്, അബൂബക്കറിനോട് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സക്കാത്ത് തരൂലാന്ന്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചു. അവർ സക്കാത്ത് തടഞ്ഞത് കാരണത്താൽ, നിഷേധിച്ച് തടഞ്ഞ ശൈലി അവരിൽ നിന്നിട്ട് കണ്ടത് കാരണത്താൽ അവരെ മുർത്തദ്ദുകളുടെ ഇനത്തിൽപ്പെടുത്തി. ഇസ്ലാമിന്റെ നിയമം അതാണ്. ഇസ്ലാമിൽ നിന്നിട്ട് ഒരാൾ ഇസ്ലാം നിർബന്ധമാക്കിയ മഅലൂമും ഫിദ്ദീനി ബിദ്ദറൂറ എന്ന് ഫുഖഹാക്കളുടെ ഭാഷയിൽ പറയപ്പെടാറുള്ള ഒരു മുസ്ലിം
മുസ്ലിങ്ങളുടെ മധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ കണ്ണടച്ച് അവന് അംഗീകരിക്കേണ്ട, എങ്ങനെയും അവൻ അറിയാനും പഠിക്കാനും സാധിക്കുന്ന ഒരു കാര്യമാണ്. എവിടെയോ അന്തമാൻ ദ്വീപിലോ, ഇപ്പോൾ അന്തമാൻ ദ്വീപൊക്കെ മനുഷ്യന്മാരുടെ നാടായി മാറി, പണ്ടത്തെ കാലാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നാടുകയറ്റപ്പെടുന്നതായ പർവ്വതങ്ങളിലോ കാടുകളിലോ ജീവിക്കുന്ന വേളയിൽ അവിടെ ഒരു പക്ഷേ 5 വക്ത് നമസ്കാരത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടാവാം, മുസ്ലിമാണെന്ന് പറയും. സക്കാത്ത് നിർബന്ധമാണെന്ന് അറിയാത്തവരുണ്ടാവാം, സക്കാത്ത് മുസ്ലിമാണെന്ന് പറയും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാം മുർത്തദ്ദുകളെന്ന് വിധിക്കുകയില്ല. അതേസമയത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ ഈ രൂപത്തിലുള്ള വിധി വിലക്കുകൾ അറിയാനും പഠിക്കാനും ചാൻസ് ഉള്ളതായ ഒരു മനുഷ്യൻ നമസ്കാരം 3 വക്തെന്ന് പറഞ്ഞാൽ അവന് 3 ദിവസം അവൻ ജീവിക്കുന്നത് മുസ്ലിം ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിൽ 3 ദിവസം അവന് ചാൻസ് കൊടുക്കണം തൗബ ചെയ്യാൻ. 3 ദിവസത്തിനിടയിൽ അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ വെട്ടിക്കൊല്ലണം. മുസ്ലിം ഗവൺമെൻറ് വെട്ടിക്കൊല്ലണം. ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ. അതുപോലെ തന്നെ മുർത്തദ്ദുകൾ ഏത് രൂപത്തിൽ നിഷേധിച്ചുകൊണ്ട് മുർത്തദ്ദായാൽ അങ്ങനെ തന്നെയാണ് ഖുർആൻ നിഷേധി, സുന്നത്ത് നിഷേധി, അല്ലെങ്കിൽ നമസ്കാര നിഷേധി. അതുകൊണ്ട് നാം ചെറുപ്പത്തിൽ നാട്ടിലൊക്കെ ഓതിയതായ, പള്ളി ദർസിൽ ഓതിയതായ 10 കിതാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന 12 കിതാബിലുണ്ട് എന്ത്? വയക്ഫുറു മുസ്തഹില്ലു തർക്കിഹാ, നമസ്കാരം ഒഴിവാക്കൽ ഹലാലാണെന്ന് കരുതിയവൻ കാഫറാണ്. അങ്ങനെയല്ല മൗലവി? ഒയക്ഫുറു മുസ്തഹില്ലു തർക്കിഹ. ഇപ്പോഴുള്ള മൗലവിമാർ എന്നത് ഓതൂല, പഴയ മൗലവിമാർ മുസ്ലിംമാരൊക്കെയാണ് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഓതാ. ഇപ്പോഴൊക്കെ കുറിപ്പുകളാണ് വായിക്കാൻ. അല്ലേ? ഒരു കോളേജിൽ 4 കൊല്ലം പഠിക്കുകയാണെങ്കിൽ 4 കൊല്ലത്തിലേക്ക് 60 ഹദീസ്, ഒരു കൊല്ലത്തിലേക്ക് 15 ഹദീസ് വീതം. അല്ല, അതിൽ കൂടുതലുള്ള കോളേജിൽ ഉണ്ടാവാം. ഞാൻ നിങ്ങളെ ആക്ഷേപിച്ചെന്ന് പറയരുത്. പക്ഷെ പരിഗണനയില്ല എന്നർത്ഥം, പരിഗണനയില്ല. എൽമുൽ ഹദീസിനോ എൽമുൽ ഖുർആനിനോ മതവിദ്യാഭ്യാസത്തിനോ മതം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ ഇവരേക്കും പരിഗണന വേണ്ടതുപോലെ നൽകാത്തത് കാരണത്താൽ പഠിച്ചു പുറത്ത് വരുമ്പോൾ കുട്ടി ഒരു ചേഞ്ചില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയാറുണ്ട്, ഇന്നത്തെ യുഗത്തിലൊക്കെ ഒരാൾ ഇസ്ലാമിയ കോളേജിൽ പഠിച്ചാൽ അദ്ദേഹം വിജ്ഞാനത്തിൻ്റെ കവാടം കണ്ടു, അകത്ത് ചെന്നിട്ടില്ല. വിജ്ഞാനത്തിൻ്റെ കവാടം കണ്ടു, അങ്ങോട്ട് അകത്ത് ചെന്നു എന്ന് പറയാൻ പറ്റൂല. പിന്നെയാണ് മൂപ്പരെന്ത് വേണ്ടത്? വാതിൽ തുറക്കേണ്ടതും കടക്കേണ്ടതും തന്മീയത്ത്, സ്വയം ഉയരാൻ, സ്വയം വളരാൻ, കൂടുതൽ പഠിച്ച് മുന്നോട്ട് ചെല്ലാൻ പരിശ്രമിക്കേണ്ടതും അങ്ങനെയാണ്. അവിടെ എത്തുമ്പോഴാണ് പലരും എന്ത് ചെയ്യുന്നത്? വേണ്ടാന്ന് വെക്കുന്നത്, സ്റ്റോപ്പ് ചെയ്ത് കളയുന്നത്. അതൊക്കെ വീഴ്ചകളിൽപ്പെട്ടതാണ്. പറഞ്ഞു വരുന്നത്, നമ്മുടെ വിഷയമാകുന്ന റസൂലുള്ളാഹി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്ന ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്ന ആയത്തിനെ വളച്ചൊടിച്ച് അർത്ഥം വെച്ചുകൊണ്ട് ഒരു വിഭാഗം അബൂബക്കറിന്റെ കാലഘട്ടത്തിൽ റളിയല്ലാഹു തആല അൻഹു മുർത്തദ്ദായി മാറിയപ്പോൾ അവരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവരോട് പോരാടി. ഖാലിദിന്റെ പട്ടാളം അവരിലേക്ക് പുറപ്പെട്ടു, മുർത്തദ്ദുകളെ കൊല്ലാൻ, മുർത്തദ്ദുകളെ കശാപ്പ് ചെയ്യാൻ, മുർത്തദ്ദുകളോട് പോരാടാൻ, മുർത്തദ്ദുകളോട് മത്സരിക്കാൻ. ഇന്ന് മുർത്തദ്ദുകളുണ്ട്, അബൂബക്കറില്ല. അതാണ് പ്രശ്നം. ഇന്ന് മുർത്തദ്ദുകളുണ്ട്, അബൂബക്കറുകളില്ല. മുർത്തദ്ദുകൾക്ക് വല്ല കുറവുണ്ടോ? കാലിക്കറ്റിലുണ്ട് 3 വക്തുകാരുടെ ഓഫീസ്, മംഗലാപുരത്തുണ്ട് 3 വക്തുകാരുടെ ഓഫീസ്. കേരളത്തിൽ പലയിടങ്ങളിലുണ്ട് മുർത്തദ്ദുകളുടെ ഓഫീസ്. ഇസ്ലാമിൻ്റെ പേരിൽ മുർത്തദ്ദുകൾ ഓഫീസ് തുറന്നു വെച്ച് അവരുടെ അനിസ്ലാമിക നമസ്കരിക്കാൻ കൃത്രിമ പള്ളി, പണ്ട് ഖാദിയാനികൾക്ക് ഉണ്ടായ പള്ളി പോലെ. ഖാദിയാനികളും ഇപ്പോൾ വളർന്നു വരികയാണ് കേരളത്തിലെന്ന് കേൾക്കാൻ സാധിച്ചു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാനുള്ള കാലഘട്ടത്തിൽ അതില്ല. ഞാനുള്ള കാലഘട്ടത്തിൽ വളരുന്നില്ല. അവർക്ക് തലപൊക്കാൻ സാധിച്ചിട്ടില്ല. അവർ ഒളിച്ച് കളിച്ച് നടക്കലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് സ്വാതന്ത്ര്യം ലഭിച്ചു, കുറച്ച് കൂടുതൽ അവർക്ക് ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊക്കെ കേൾക്കുകയാണ്. പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള മുർത്തദ്ദുകൾ പലയിനങ്ങളിൽ പല കാലഘട്ടങ്ങളിലായിട്ട് യൗമുൽ ഖിയാമത്ത് നാളാകുമ്പോൾ വരും. 30 ദജ്ജാലൂന കദ്ദാബൂന, പടുകള്ളന്മാരായ ദജ്ജാലന്മാർ 30ഓളം പേര് യദ്ദഈ അല്ലെങ്കിൽ യഖൂലു ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം അന്നഹു നബി, ഞാൻ നബിയാണെന്ന് വരെ അവർ വാദിക്കും. ഖാദിയാനിയെ പോലത്തവര്. റസൂൽ പറയുന്നു, ലാ നബിയ്യ ബഅദി അന ആഖിറു, ഞാൻ അവസാനത്തെ ദൂതരാണ്. ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം നബി വരാൻ സാധ്യതയില്ല, നബി വരികയില്ല. അങ്ങനെയുള്ള
മുർത്തദ്ദുകൾ ഉണ്ടാകുമ്പോൾ അവരോട് മല്ലിടുവാൻ മത്സരിക്കാൻ അബൂബക്കർമാരുണ്ടായി. ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്യണമെന്ന് ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തവരോട് നാം കൽപ്പിക്കുന്നില്ല, ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കസ്റ്റഡിയിൽ ജീവിക്കാത്തവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാൻ വ്യക്തികൾക്ക് അധികാരമല്ല നൽകിയിട്ടില്ല. അവര് മുസ്ലിം ഭരണകൂടത്തിന് കീഴിലാണെങ്കിലാണ് ഈ പറയുന്ന നിയമങ്ങൾ നടപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നാം പറയാറുണ്ട്, ഇവിടെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ള ആയിഷാന്റെ മടിയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു വസിയത്ത് ചെയ്ത് മരിച്ചതാണ്. എന്ത്? ഖബറിനെ ആരാധനാലയമാക്കി നിങ്ങൾ മാറ്റരുത് എന്ന്. ആരാന്റെ ചോറ് തിന്നിട്ട് പള്ളി ദർസിൽ വെച്ചിട്ട് എന്നെ പോലത്തെ മുസ്ലിയാമാര് പഠിച്ചതായ ഹദീസുകളാണത്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഡസൻ കണക്കിൽ പ്രാവശ്യം മടങ്ങി വരുന്ന ഹദീസുകളാണ് സിഹാഹുകളിൽ നബി മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ. ഇന്നലെ ഇവിടെ ഞാൻ സംസാരിച്ച വേളയിൽ നമ്മുടെ മുബാറക് സാഹിബിന് യാത്ര അയച്ചപ്പോൾ പറഞ്ഞതായ മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 18കാരനായ മീശ മുളക്കാത്ത താടി മുളക്കാത്ത 18കാരനായ ഉസാമയുടെ നേതൃത്വത്തിലുള്ള പട്ടാളത്തിനെ നിങ്ങൾ തെളിക്കണം റോമൻകാരിലേക്ക് എന്ന് റസൂലുള്ളാഹിന്റെ വസിയത്ത്. നമ്മുടെ വാപ്പയുടെ വസിയത്ത് നാം മറക്കൂല. വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയാപ്പയുടെ, ലോക നേതാക്കളുടെ നേതാവായ മഹാനായ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ, നബിമാരുടെയും മുർസലുകളുടെയും നേതൃത്വമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മരിക്കുമ്പോൾ പറഞ്ഞത് മറക്കാനോ? അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനോ? അത് എന്താണെന്ന് ചുട്ടുകത്തിച്ച് അന്വേഷിച്ച് നടക്കുന്നവരായി മാറാനോ? അരുത്, ഒരിക്കലും പാടില്ല. നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതമാസകലം പഠിക്കേണ്ടവർ. പിന്നെ എങ്ങനെയാണ് മരിക്കുന്ന സമയത്ത് വസിയത്തായിട്ട് പറയുന്ന കാര്യങ്ങൾ പഠിക്കാതിരിക്കുക? നബിയുടെ വസിയത്തിൽപ്പെട്ടതാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുമ്പോൾ പറഞ്ഞതായ ഭാഗം, ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു അങ്ങേയറ്റം ശപിച്ചിരിക്കുകയാണ്, കോപിച്ചിരിക്കുകയാണ് ഒരു വിഭാഗത്തെ. ആരാണ് അവര്? അവരുടെ തുർമുദിയുടെ ഹദീസിന്റെ സഹായത്തോടു കൂടി അവരുടെ നബിമാരുടെയും അവരുടെ മഹാത്മാക്കളുടെയും ഖബറുകളെ ആരാധനാലയമാക്കി മാറ്റിയ ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹ് ശപിച്ചിരിക്കുന്നു, അവരോട് വെറുത്തിരിക്കുന്നു, അവരെ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ മടിയിൽ കിടന്നുകൊണ്ട്, ആയിഷയുടെ വീട്ടിൽ കിടന്നുകൊണ്ട്, റസൂലുള്ളാഹിന്റെ വിരിപ്പിലിരുന്നു കൊണ്ട് വഫാത്താകുന്നത് എന്നത് നാം പഠിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നാം നൽകണമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കദ്ദാബുകൾ, ദജ്ജാലുകൾ എൻ്റെ കാലഘട്ടത്തിന് ശേഷം വരും. അവർ നിങ്ങൾ അനുകരിക്കാനോ അനുസരിക്കാനോ പാടുള്ളതല്ല. നിങ്ങൾ സത്യത്തിൽ അടിയുറച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ അതും നാം നടപ്പാക്കാനുള്ളതാണ് എന്ന ബോധം നമുക്ക് വേണം. സക്കാത്ത് പറയുമ്പോൾ സക്കാത്ത് നിഷേധിക്കുന്നവരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുർത്തദ്ദുകളാണ് എന്ന് പ്രഖ്യാപിച്ച വാർത്ത കേൾക്കുമ്പോൾ നാം അത്രമാത്രം പരിഗണന സക്കാത്തിന് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇന്ന് സൗദി അറേബ്യയിലേക്ക് വരുന്നവരിൽ നിന്നിട്ട് 170% പേരും സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവരാണ്. ഇനി കൂടുതലായി നിങ്ങൾ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ ഒരു 50% സക്കാത്ത് കൊടുക്കാൻ അർഹപ്പെട്ടവരായിട്ടാണ് നാം കാണുന്നത്. സൗദി അറേബ്യ മാത്രമല്ല, ഗൾഫ് രാഷ്ട്രങ്ങളിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. പക്ഷേ അവരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, അവരുടെ ജീവിത രീതി നോക്കുകയാണെങ്കിൽ, അവരുടെ ഇൻഡെക്സിലോ അവരുടെ നിഘണ്ടുവിലോ അവരുടെ കണക്കിലോ വന്നിട്ടേ ഇല്ല സക്കാത്ത് എന്ന വിഷയം. അവർ വാങ്ങുന്നു പറമ്പുകൾ, അവർ കെട്ടുന്നു കെട്ടിടങ്ങൾ, അവർ യിരിക്കുന്നു പാലസുകൾ, അവരുടെ കെട്ടിടങ്ങളുടെ ഇനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, അവർ റബ്ബർ തോട്ടങ്ങളുടെ ഏക്കറുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാൻ അലീമിൽ പറഞ്ഞതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വളരെ ആക്ഷേപാർഹമായ ശൈലിയിൽ, വളരെ ശക്തിയായ ഭാഷയിൽ ഞാൻ ഓതിയതായ ആയത്ത് എന്താണ്? ഇന്നല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദത ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. الذين يكنزون الذهب والفضة, സ്വർണത്തെയും വെള്ളിയെയും സൂക്ഷിച്ചു വെക്കുന്നവര്, ചെലവഴിക്കാതെ പൂഴ്ത്തി വെക്കുന്നവര്,
ബാങ്കിൽ ഇങ്ങനെ റസീദ് വർദ്ധിപ്പിച്ച് വെക്കുന്നവര്, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിക്കാത്തവര്. എന്തടോ അള്ളാഹിന്റെ വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്നത്തെ യുഗത്തിൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഭാഗം. നിന്നെ പോലോത്ത മുസ്ലിം അവശനായി അവൻ പ്രയാസപ്പെട്ടുകൊണ്ട് മരിക്കുന്നത് കാണുമ്പോൾ അതിന് പരിഹാര മാർഗം കാണുക എന്നതാണ്. ഒരു അടുത്ത 6 മാസത്തിനിടക്ക് 10,000-ഓളം പേര് കുട്ടികളടക്കം ഭക്ഷണമില്ലാതെ സോമാലിൽ മരിച്ചു എന്ന വാർത്ത ഇന്നലെയും മിനിയാം ലോക വാർത്താവിനിമയ കേന്ദ്രങ്ങൾ പറയുമ്പോൾ അവരിൽ ബഹുഭൂരിഭാഷം ആൾക്കാർ മുസ്ലിങ്ങളാണ് എന്നത് കൂടി നാം മനസ്സിലാക്കണം. സോമാലി മുസ്ലിങ്ങളുടെ നാടാണ്. എത്ര പേര് മരിച്ചു? 6 മാസത്തിലൂടെ 10,000 പേര് ഭക്ഷണമില്ലാതെ മരിച്ചു എന്ന്. നാം തിന്ന ഭക്ഷണത്തിൽ നിന്നിട്ട് ശേഷിക്കുന്നത് എന്താ കാട്ടണമെന്ന് അറിയാതെ ചവറ്റുകൊട്ടയിൽ എറിയാനാണ് പോകുന്നത്, അല്ലേ? അല്ലാന്ന് പറയൂ, സംഭവിക്കുന്നത് അതല്ലേ? എന്താ റബ്ബ് നമ്മോട് കോപിക്കാതിരിക്കുമോ? റബ്ബ് എന്തുകൊണ്ട് അനുഗ്രഹം ഇറക്കുന്നില്ല? റബ്ബ് എന്തുകൊണ്ട് അറബികളും അനറബികളുമെല്ലാം എവിടെയും പ്രശ്നങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിലാണ്? അമുസ്ലിങ്ങളുടെ ഇടയിൽ പ്രശ്നമില്ല. കാരണം അവർക്ക് പരലോകമില്ല, അവർക്ക് സ്വർഗമില്ല, അവർക്ക് സ്വർഗത്തിൽ വിശ്വാസമില്ല, അവർ നരകത്തിലേക്ക് പോകുന്നവരാണ്. അതുകൊണ്ട് അവരുടെ നാട്ടിൽ പ്രശ്നമില്ല. അവർ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, ഈ ഭൗതിക ജീവിതം ജീവിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു, അതിന് തയ്യാറെടുപ്പ് കൊടുക്കുന്നു. നാം അങ്ങനെയല്ല. നാം ഈ കേട്ടതായ ആയത്തുകളിലൂടെ പഠിപ്പിച്ചതുപോലെ പരലോകമോക്ഷത്തിന് വേണ്ടി ജീവിക്കാൻ റബ്ബിനോട് ബൈഅത്ത് ചെയ്ത ആളാണ് നാം, ഉടമ്പടി ചെയ്ത ആളാണ് നാം, മീസാക്ക് നൽകിയ ആളാണ് നാം. ആ എഗ്രിമെന്റ് പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മെ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു, പരിശോധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് റബ്ബ് പറയാറുണ്ട്, പറയുന്ന ശൈലിയിൽപ്പെട്ടതാണ്, ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കൂ മുസ്ലിങ്ങളെ, ഫിത്നതൻ, ഒരു വിപത്തിനെ, ഒരു ആഫത്തിനെ, ഒരു വിപത്തിനെ, ഒരു പരീക്ഷണത്തെ നാം ഇപ്പോൾ കാണും പോലെ. എങ്ങനെയുള്ള പരീക്ഷണമാണ്? നിങ്ങളിൽ നിന്നിട്ട് തെറ്റ് ചെയ്തവരെ മാത്രമല്ല അത് ബാധിക്കുക, ഉണക്കും പച്ചയും കത്തിപ്പോകുന്ന രൂപത്തിലുള്ളതായ ശിക്ഷയായിരിക്കും അത്. അള്ളാഹ് ശിക്ഷിക്കുമ്പോഴേ ഭൂമി കിലുക്കം വന്നു. ഇപ്പോൾ ഇന്നലെ കിലിങ്ങി, ഇവിടെ കിർഗീസിയ എന്ന് പറയുന്ന ഭാഗത്ത് കിലിങ്ങി 6 അല്പമാണ്. അതുകൊണ്ട് വലിയ വിപത്ത് പറ്റിയിട്ടില്ല. പക്ഷേ കെട്ടിടങ്ങൾ തകർന്നു. പക്ഷെ അതിനു മുമ്പ് നടന്നത് എത്രയാണ്? 75,000 വീടോ എത്ര പറഞ്ഞത്? 75,000 വീട് ഭൂമിൻ്റെ മീതെ. സാധാരണ വീടല്ല, ജപ്പാൻ വീട് എന്നൊക്കെ പറഞ്ഞാൽ നാത്തിഹാത്തു സഹാബ് എന്ന് നാം പറഞ്ഞില്ലേ, റിയാദുൽ മക്കയിലൊക്കെ ഉള്ളതുപോലെയുള്ള മേഘം വരെ തട്ടുന്ന രൂപത്തിലുള്ള പൊക്കമുള്ള കെട്ടിടങ്ങളാണ് അവരുടെ കെട്ടിടം, ജപ്പാൻ കെട്ടിടങ്ങൾ. അങ്ങനെയുള്ള 75,000 80,000 വീടുകൾ ഒരു നിമിഷം പൂർത്തിയാതിനു മുമ്പ് ഭൂമിയിലേക്ക് തകർന്നു. 30,000 പേരെ കാണാനില്ല. ഇതൊക്കെ നാം കേട്ടതാണ്, അല്ലേ? അപ്പോൾ അക്കൂട്ടത്തിലോ ഞാൻ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ അറിവിൽപ്പെട്ടതായ മുസ്ലിം സുഹൃത്തുക്കളെ, ജപ്പാനിൽ ജീവിക്കുന്നവരെ, ടോക്കിയോയിലുള്ളവരെ ഞങ്ങൾ വിളിച്ചപ്പോൾ മറുപടി കിട്ടിയത്, ആ ഭൂമി കിലുക്കം നടക്കുന്ന സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, അവിടെയുണ്ട് മുസ്ലിങ്ങൾ. അപ്പോൾ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും എല്ലാം ഒന്നിച്ചാണ് പിടികൂടുക. മക്കയെ, കാബയെ തകർത്താൻ ഒരു കൂട്ടം വിഭാഗം വരും. ആയിഷ റസൂൽ പറയാണ്, കാബയെ തകർത്താൻ. ആ വിഭാഗം കാബയോട് അടുക്കുന്നതിന് മുമ്പ് അവരെ ആ വിഭാഗത്തെ ഭൂമി വിഴുങ്ങാൻ അള്ളാൻ്റെ ഓർഡർ വരും. ഭൂമി പിളരും, ഭൂമി വിഴുങ്ങും. ആയിഷാന്റെ ചോദ്യം, അക്കൂട്ടത്തിൽ അവരുടെ കൂടെ പെടണ്ടെന്ന് അക്കൂട്ടത്തിൽ കാബ തകർത്തണമെന്ന് ഉദ്ദേശിക്കാത്തവരുണ്ടാവില്ലേ റസൂലേ? ആയിഷാന്റെ ചോദ്യം. റസൂല് പറഞ്ഞു, അവരും വിഴുങ്ങപ്പെടും. പക്ഷേ പരലോകത്തിൽ അവർ വരുമ്പോൾ അവരുടെ നീയത്തനുസരിച്ചിട്ട് അവർ അള്ളാഹ് ഹാജരാക്കുകയും ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായോ? പരലോകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശിക്ഷക്ക് അർഹരല്ലെങ്കിൽ അവിടെ ശിക്ഷയില്ല. പക്ഷെ ഇവിടെ അള്ളാഹ് പരിശോധിക്കാൻ വേണ്ടി നൽകുന്ന ശിക്ഷയിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ഉണക്കും പച്ചയുമെല്ലാം കത്തും. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ, സക്കാത്ത് തടയപ്പെടുന്ന വേളയിൽ അള്ളാന്റെ ഭാഗത്തിൽ നിന്നിട്ട് വരുന്നതായ അനുഗ്രഹങ്ങൾ അതിലൂടെ തടയപ്പെടുമെന്നതാണ്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ. ഒരു ഹദീസിന്റെ മാന ഇതിൻ്റെ അകത്തുണ്ട്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതായ കിളവന്മാർ, മുതുവളഞ്ഞവരായ പ്രായമുള്ളവരായ ആ വിഭാഗം ഇവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിൽ,
ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്ബിയത്തും മീനൽ യതാമാ റുദ്ദഉ. മുല കുടിക്കുന്ന കുഞ്ഞോമന പൈതലുകൾ ഇവിടെ ഇല്ലെങ്കിൽ വമുഹ്മലാത്തുൻ ഫിൽ ഫലാത്തി റുത്തഉ, നാൽക്കാലി മൃഗങ്ങൾ ഇവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന നാൽക്കാലി മൃഗങ്ങളും ഇല്ലെങ്കിൽ സുബ്ബ അലൈക്കുമുൽ അദാബുൽ ഔജഉ, വേദനാകരമായ ശിക്ഷകൾ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങിയിരുന്നേനെ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരുന്നേനെ എന്ന് കവി പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സക്കാത്ത് തടയപ്പെടുന്നത് കാരണത്താൽ മഴ തടയപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞ ശൈലിയും ഇവിടെ സ്മരണീയമാണ്. സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും എന്ത് പാടുള്ളതല്ല, വീഴ്ച പാടുള്ളതല്ല. സക്കാത്ത് നിർബന്ധമാവുന്ന വ്യക്തിയാണെങ്കിൽ അത് കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിൽ, കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ, ഓർമ്മ വെക്കുന്ന കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കണക്ക് കൂട്ടാൻ കൽപ്പിച്ചു, ചോദിക്കാൻ കൽപ്പിച്ചു, കൊണ്ടുവരാൻ കൽപ്പിച്ചു, വലിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആൾക്കാരെ നിർണയിച്ചു. യമനിലേക്ക് പോയി, ബഹ്റൈനിലേക്ക് പോയി, നബിയുടെ കസ്റ്റഡിയിൽ അന്നുണ്ടായിരുന്ന നാടുകളിലേക്ക് പോയി അവരിങ്ങനെ വലിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. എന്തിന്? സമ്പത്തുകളെ അഥവാ സക്കാത്തുകളെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനോട് ഇന്നലെ നാം പറഞ്ഞതായ ഖുദ് മിൻ അംവാലിഹിം, നിങ്ങൾ അവരിൽ നിന്നിട്ടുള്ള ധനികന്മാരിൽ നിന്നിട്ട് നിങ്ങൾ സമ്പത്ത് വാങ്ങുക, എന്നിട്ട് ഫുഖറാകൾക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്ന് മഹാനായ മുആദ് ബിൻ ജബലിനോട് കൽപ്പിച്ചു. ഇങ്ങനെയുള്ള ആയത്തും ഹദീസും ഓതുന്ന വേളയിൽ ചോദിക്കപ്പെടാറുണ്ട്, നമുക്ക് സക്കാത്ത് അർഹപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധിക്കാത്ത വിഭാഗം സക്കാത്ത് ശേഖരിച്ചു കൊടുക്കുന്നതായ വല്ല കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പങ്കാളികളാവാമോ, അല്ലെങ്കിൽ കമ്മിറ്റികൾക്ക് കൊടുക്കാമോ, അല്ലെങ്കിൽ കമ്മിറ്റി നാം ഉണ്ടാക്കാമോ? ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലാകുമ്പോൾ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊള്ളും. അഥവാ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ സൗദി അറേബ്യയിൽ ഗവൺമെൻറ് ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല സക്കാത്ത് ഗവൺമെൻറ്റിന് തന്നെ തരണമെന്ന്, കൊടുക്കണമെന്ന് മിമ്പറിൻ്റെ മീതെ പ്രസംഗങ്ങളും വഅദുകളും എല്ലാം നടക്കും. എന്നല്ലാതെ ഓരോരുത്തരുടെ വീടുകളിലും എല്ലായിടങ്ങളിലും വന്നിട്ട് കണക്ക് കൂട്ടി വാങ്ങുന്നത്, അത് ബിസിനസ്സുമായി ബന്ധപ്പെടുമ്പോൾ ലൈസൻസ് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ എത്ര തുകയുടെ ബിസിനസ്സാണ് തുടങ്ങുന്നതെന്ന് ചോദിക്കും. അതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ കൊല്ലം പ്രതി ആവശ്യപ്പെടുകയും ചെയ്യും. എന്നല്ലാതെ മറ്റു രൂപത്തിൽ ഓരോ വ്യക്തികളെ പിടികൂടുന്ന പദ്ധതിയില്ല. എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യം നൽകുകയാണ്. ഒരു പക്ഷേ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ അവകാശം നൽകുന്ന വേളയിൽ ആരെയാണ് മുന്തിപ്പിക്കേണ്ടത്? وآتِ ذا القربى حقه والمسكين وابن السبيل وآتِ ذا القربى حقه والمسكين وابن السبيل പിന്നെ والأقربون أولى بالمعروف റസൂലുള്ളാഹിന്റെ വാക്ക് അല്ലേ, والأقربون أولى بالمعروف. ബന്ധുക്കളിൽ കഴിവില്ലാത്തവരാണ് നാം കൊടുക്കുന്ന സക്കാത്തിന് ഏറ്റവും അർഹപ്പെട്ടവർ. നാം കൊടുക്കുന്ന ധർമ്മത്തിന് ഏറ്റവും അർഹപ്പെട്ടവരാരാണ്? ബന്ധുക്കൾ നിന്നിട്ട് കഴിവില്ലാത്തവർ. എന്തുകൊണ്ട്? അവരെ നോക്കാൻ നാം അല്ലാതെ വേറെ ആരുണ്ട്? അവരുടെ രഹസ്യം അറിയാൻ നമ്മെപ്പോലെ മറ്റുള്ളവർക്ക് സാധിക്കുകയില്ലല്ലോ. അവരുടെ പേര് കൊടുക്കുന്നവരുടെ ലിസ്റ്റിൽ വന്നോളണമെന്നില്ല. അവരൊരു പക്ഷേ മറ്റുള്ളവരോട് ചോദിക്കാൻ മടിക്കുന്നവരായിരിക്കും. നീ അറിയും നിന്റെ അളാമയുടെ മക്കൾക്ക് ജീവിക്കാൻ മാർഗമില്ല, അല്ലെങ്കിൽ മൂത്തമ്മയുടെ മക്കൾക്ക് ജീവിക്കാൻ മാർഗമില്ല, അല്ലെങ്കിൽ അളാമാക്ക് തന്നെ മാർഗമില്ല. നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് നീ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. നിന്റെ ഭാര്യ നിന്റെ കസ്റ്റഡിയിൽ നിന്റെ ചെലവിൽ ജീവിക്കേണ്ട ആളാണ്. നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ സക്കാത്ത് കൊടുക്കാൻ പാടില്ല, നിന്റെ മക്കൾക്ക് നീ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ചർച്ചയുള്ള വിഷയങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിലും ഇങ്ങനെയുള്ള വിഭാഗത്തിന് നീ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. മറിച്ച് ഈ പറഞ്ഞവരിൽ പെടാത്തവർക്കെല്ലാം എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. അക്കൂട്ടത്തിൽ നാം എന്ത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം സക്കാത്ത് പറഞ്ഞപ്പോൾ? സ്ത്രീകൾക്ക് ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല എന്ന് കണ്ടാൽ, സ്ത്രീകൾക്ക് അവർക്ക് സ്വയം സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ, അവരുടെ കൂടെ ധാരാളം സ്വർണ്ണമുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് മഹർ പറയുക? 500 പവൻ, 250 പവൻ, 150 പവൻ. അപ്പോൾ എത്ര കിലോ സ്വർണ്ണം മുപ്പത്തിയുടെ കൂടെ ഉണ്ടാകും? അപ്പോൾ എത്ര സക്കാത്ത് കൊടുക്കേണ്ട സാധനം മുപ്പത്തിയുടെ കൂടെ ഉണ്ടാകും? അങ്ങനെ കാശിൻ്റെ ഉടമയായി മാറിക്കാണും. ഇസ്ലാമിൽ അനുവദിക്കാത്ത ശൈലിയാണത്. നമ്മുടെ വിഷയം കാശുവൊപ്പും അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങലും ഒന്നും അല്ല. പക്ഷേ അങ്ങനെയുള്ള ചുറ്റുപാടിലേക്ക് നാം എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീകളുടെ കൂടെ കാശുണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം? ഭർത്താവിന് സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ഭർത്താവിന്
അവളുടെ സക്കാത്തിൽ നിന്നിട്ട് കൊടുക്കാൻ വിരോധമില്ല എന്ന് ആര് ചോദിച്ചപ്പോൾ ആർക്ക് കിട്ടിയ മറുപടിയാണത്? ഏത് സൈനബാണ്? ആരുടെ ഭാര്യയാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ്റെ ഭാര്യ. പരീക്ഷ അല്ല കേട്ടാ, പരീക്ഷയല്ല, ഓർമ്മ പുതുക്കാനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബ് വന്നിട്ട് റസൂലുള്ളാഹിയോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം ബിലാൽ മധ്യത്തിലാക്കി ചോദിച്ചു. ബിലാൽ പറഞ്ഞു, സൈനബ് ചോദിക്കുകയാണ് ദൂതരെ. റസൂൽ ചോദിച്ചു, ഏത് സൈനബാണ്? പറഞ്ഞു, അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബാണ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ള ചോദ്യം കേൾക്കാൻ ആരംഭിച്ചു. പറഞ്ഞു, എൻ്റെ ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല, എൻ്റെ കൂടെ കഴിവുണ്ട്, എൻ്റെ സക്കാത്ത് അവർക്ക് കൊടുക്കാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, കൊടുക്കാൻ അനുവദിച്ചു. സ്വന്തം കുടുംബത്തിന് നാം നമ്മുടെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കുമ്പോൾ രണ്ട് നന്മയാണ്, നെയ്യപ്പം തിന്ന പോലെ നമ്മൾ പറയാറുണ്ടല്ലോ, രണ്ട് നന്മയാണ് ലഭിക്കുക. ഒന്ന് കുടുംബത്തെ സഹായിക്കുക, മറ്റൊന്ന് ബാധ്യത നിർവഹിക്കുക. രണ്ട് നന്മയാണ് അതിലൂടെ ലഭിക്കുക. അതെ, ഇത് കേട്ടിട്ട് സ്വന്തം പെങ്ങന്മാരെയും സ്വന്തം ജ്യേഷ്ഠന്മാരെയും കഴിവില്ലാത്തവരെ, സ്വന്തം അനുജന്മാരെയും സ്വന്തം എളാപ്പന്മാരെയും സ്വന്തം മൂത്തപ്പന്മാരെയും എല്ലാം അവർക്ക് നിർബന്ധമായി സഹായിക്കേണ്ടി വരുന്നതായ സമയങ്ങളൊക്കെ കൊല്ലത്തിൽ സക്കാത്തിൻ്റെ ടൈം വരുന്നതിന് മുമ്പ് ഉണ്ടാകുമ്പോൾ ആ സക്കാത്ത് അവർക്ക് കൊടുത്തു കളയാമെന്ന് വിചാരിച്ചിട്ട് അവരെ സഹായിക്കുന്നത് വേണ്ടാന്ന് വെക്കലല്ല. നിനക്കൊരു സുന്നത്തായ ധർമ്മം കൊടുക്കേണ്ട ഭാഗമുണ്ട്, സദഖ. അതിൽ നിന്നിട്ട് നീ എന്ത് ചെയ്യുക? നിൻ്റെ കുടുംബ മെമ്പർമാർക്ക് കൊടുത്തിട്ട് അവരെ മറ്റുള്ളവരിലേക്ക് നീട്ടാതെ അഭിമാനത്തിൻ്റെ ജീവിതം ജീവിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി നീ പരിശ്രമിക്കുക. റസൂല് പറഞ്ഞതുപോലെ നിങ്ങളുടെ സമ്പത്തിൽ നിന്നിട്ട് നിങ്ങൾ വസിയത്ത് ചെയ്യരുത് മൂന്നിൽ കൂടുതൽ. മൂന്നിലൊരു ഭാഗമേ മറ്റുള്ളവർക്ക് വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. ഒരാൾക്ക് 3 ലക്ഷമുണ്ട്, അല്ലെങ്കിൽ 30 ലക്ഷമുണ്ട്, മരിക്കാൻ കിടക്കുമ്പോൾ ഈ 30 ലക്ഷത്തിൽ നിന്നിട്ട് അവൻ്റെ അനന്തരാവകാശിയാവാൻ പോകുന്ന മക്കൾക്ക് ഒസിയത്ത് ചെയ്യാൻ പാടില്ല. അവൻ്റെ സമ്പത്ത് സ്വന്തം തന്നെ ഓഹരി വെച്ചെടുക്കാൻ പോകുന്ന സ്വന്തം മക്കളുണ്ടല്ലോ, ഭാര്യ, സ്വന്തം മക്കൾ, അവർക്ക് ഒസിയത്ത് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ലാ വസിയ്യത ലിവാരിസ് റസൂൽ പറയുന്നു. നിന്റെ സമ്പത്ത് അനന്തരാവകാശമായി എടുക്കുന്ന ആൾക്ക് വസിയത്തില്ല, വസിയത്ത് പുറത്താണ്. ആ വസിയത്ത് നമ്മൾ എത്രയേ പാടുള്ളൂ? 30 ലക്ഷം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് 3 ലക്ഷം സുലുസാണ്. സുലുസ് എന്ന് പറഞ്ഞാൽ 1/3 ഭാഗം, 1 ലക്ഷം മാത്രം, 10 ലക്ഷം മാത്രം, 10 ലക്ഷം മാത്രം, 10 ലക്ഷം മാത്രം നിനക്ക് കൈകടത്താം. ആ 10 ലക്ഷം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം? വസിയത്തായിട്ട് നിനക്ക് പുറത്തു കൊടുക്കാം. റസൂൽ അത് പറഞ്ഞിട്ട് പറയുന്നു, ലഅൻ തത്റുക വറസതക അഗ്നിയാ ഖൈറുൻ ലക മിൻ അൻ തത്റുകഹും ഫുഖറാ ആലതൻ യതകഫഫൂന അന്നാസ്. നീ നിന്റെ സ്വന്തക്കാരായ മക്കളെ, നിന്റെ സ്വന്തം മക്കളെ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് കൈ നീട്ടിയും കൊണ്ട് അവരെ ഇറക്കുന്ന ആളാക്കി മാറ്റുന്നതിനേക്കാളും അഭിമാനമുള്ള അന്തസ്സുള്ള ജീവിതം ജീവിക്കുന്നവരാക്കി അവർക്ക് സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് പോകലാണ് ഉത്തമം. നിന്റെ കൂടെ സമ്പത്തുണ്ടെങ്കിലെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, അല്പം ദൂരം ഞാൻ പോയിട്ടുണ്ട്. കാരണം ചിലരിൽ ക്ഷീണം കണ്ടു. അപ്പോൾ വിധി മാത്രം പറയുമ്പോൾ ക്ഷീണമുണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് അല്പം ശൈലി മാറ്റിയത്. ഇനി വീണ്ടും വിഷയത്തിലേക്ക് മടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഈ മദീനയിലുള്ളതായ ഇസ്ലാമിക അന്തരീക്ഷവും ചുറ്റുപാടും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ യുദ്ധങ്ങൾ ആരംഭിച്ച് ഫുതൂഹാത്തുകൾ തുടങ്ങി നാടുകൾ റിപ്പബ്ലിക്കുകളാക്കി ഗനീമത്തുകളൊക്കെ ശേഖരിക്കുന്നതിന് മുമ്പ് വല്ല മയ്യത്തും മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്നാൽ റസൂൽ ചോദിക്കും, അയാൾ വല്ലവർക്കും കടം കൊടുക്കാനുണ്ടോ എന്ന്. അപ്പോൾ ആരെങ്കിലും അതേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ റസൂൽ പറയും, എന്നാൽ നിങ്ങൾ നിസ്കരിച്ച ആൾക്ക് കേട്ടോ. അയാൾ എല്ലാവർക്കും കടം കൊടുക്കാനുണ്ട് എന്ന് കേട്ടാൽ റസൂൽ എന്ത് പറയും? നിങ്ങൾ നമസ്കരിച്ചു വന്നു. കാരണം റസൂൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്നല്ല റസൂൽ പറയുന്നത്, ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്ന്. അദ്ദേഹം പുറത്തു കൊടുക്കാൻ അവകാശിയല്ല, കാരണം മറ്റുള്ള ആൾക്ക് എന്തുണ്ട്? കടം കൊടുക്കാനുണ്ട്. ഷഹീദിന് വരെ കടം പുറത്തു കിട്ടുകയില്ല എന്നാണ് റസൂൽ പറയുന്നത്. ഷഹീദ് സുബ്ഹാനല്ലാഹ്. ഇത് ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ
ബൈത്തുൽമാലിൽ സമ്പത്തുകൾ സക്കാത്തുകൾ ശേഖരിച്ചു. മറ്റു നാടുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഇസ്ലാം റിപ്പബ്ലിക്കാക്കിയ നാടുകളിൽ നിന്നിട്ട് ധാരാളം കാശുകൾ ഇവിടെ ശേഖരിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒലിയില്ലാത്ത ആൾക്ക് ഞാൻ ഒലിയാണ്, കാശില്ലാത്ത ആൾക്ക് ഞാൻ കാശ് അവരുടെ കടം വീട്ടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വല്ലവർക്കും കടമുണ്ടെന്ന് കേട്ടാൽ അവരുടെ കടം ബൈത്തുൽമാലിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടാറായിരുന്നു പതിവ്. സക്കാത്തിൻ്റെ സമ്പത്തുണ്ടെങ്കിൽ അതിൽ നിന്നിട്ടും വീടുകയും ചെയ്യും. ഉമറുൽ ഖത്താബിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലേക്ക് അബൂ മൂസ അൽ അശ്അരി മൂപ്പര് സമ്പത്ത് ശേഖരിച്ചു കൊണ്ടുവരാൻ, സക്കാത്ത് ശേഖരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചതായ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്നിട്ട് ഉമറിൻ്റെ അടുക്കലേക്ക് ചെന്നു. നിങ്ങൾ എന്താണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു മെല്യൻ ഉമർ ഞെട്ടി. ഒന്നുകൂടി പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. ഒരു മെല്യൻ എന്നല്ല പറയുന്നത്, അവരുടെ അറബികളുടെ പണ്ടത്തെ എണ്ണത്തിലാണ്. ഉമർ ഞെട്ടി. ഒന്നുകൂടി മടക്കി പറയാൻ പറഞ്ഞു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല ഒരു മെല്യൻ ദിർഹമോ അല്ലെങ്കിൽ ദീനാറോ? സുബ്ഹാനല്ലാഹ്. എന്താണ് കേൾക്കുന്നത്? യമനിലുള്ളവരെല്ലാം ധർമ്മം വാങ്ങാൻ അർഹരല്ലാത്തവരായി മാറുന്ന രൂപത്തിൽ സമ്പന്നരായി മാറിയിരിക്കുകയാണ്. എന്ത് കാരണത്താൽ? കൊടുക്കേണ്ടതുപോലെ സക്കാത്ത് കൊടുത്തത് കാരണത്താൽ. അതുകൊണ്ട് ഇനിമേലിൽ എൻ്റെ ഭരണകൂടത്തിൽ സക്കാത്ത് വാങ്ങുന്നവരുണ്ടാവാത്ത രൂപത്തിൽ എന്ത് വേണം? നിങ്ങൾ സക്കാത്ത് വിതരണം ചെയ്യണം. അത് റായിൻ്റെ കയ്യിൽ അവകാശം എത്തേണ്ടതുണ്ടെങ്കിൽ, ഒരു കൃഷിക്കാരൻ്റെ കയ്യിൽ എത്തേണ്ട അവകാശം വരെ അത് എത്തിക്കൽ ഉമറിന് ബാധ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രയാസത്തോടു കൂടിയായിരുന്നു ആ വാർത്ത കേട്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രൂപത്തിൽ നാം ചിന്തിക്കാറുണ്ടോ? കുടുംബ മെമ്പർമാരിലിട്ട് തന്നെ ഒരു വ്യക്തി അവശനാണെന്ന് കേട്ടാൽ അവനെ ഇനി ഇറക്കുന്നവനല്ലാത്ത രൂപത്തിൽ ജീവിപ്പിക്കാനുള്ള കഴിവ് ഇവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ചെയ്യൂല. എടോ, എന്താ അവനൊരു റിക്ഷ വാങ്ങിക്കൊടുത്തൂടെ? അവൻ റിക്ഷ ഓട്ടുന്ന ആളാണെങ്കിൽ നീ ഒരു റിക്ഷ വാങ്ങിക്കൊടുക്കുക. എന്നാൽ പിന്നെ അവനെ ഇറക്കുന്ന നിൽക്കുമല്ലോ. അത് ചെയ്യൂല. ചിലപ്പോൾ ഇവൻ്റെ കാശ് സക്കാത്ത് കൊടുക്കാൻ 1 ലക്ഷമല്ല 10 ലക്ഷമല്ല അതിൽ കൂടുതൽ രക്ഷ വാങ്ങാൻ മാത്രം കാശുണ്ടായിരിക്കും. എന്നാലും കാട്ടൂല. പിന്നെയോ റമളാൻ 27-ാം തീയതി എന്ന പേരിൽ ഒരു ദിവസം വരുമ്പോൾ കുറച്ച് ചില്ലറ കാശുണ്ടാക്കിയിട്ട് ജനങ്ങൾ അറിയാൻ എന്ത് ചെയ്യും? ഇങ്ങനെ വിതരണം ചെയ്യും. 5 റുപ്യയോ 10 റുപ്യയോ അതായിരിക്കും സക്കാത്ത്. മൂപ്പൻ അത്രമാത്രമല്ലായിരിക്കും മൂപ്പൻ്റെ സക്കാത്ത്. അങ്ങനെയുള്ളവരോട് റബ്ബ് പറയുന്നത് എന്ത്? الذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله. അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാത്തവർ ഫബശ്ശിർഹും, അവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത നൽകുക. പരിഹസിക്കാണ് അല്ലാഹു. സന്തോഷവാർത്ത നൽകുക. എന്ത്? ബിഅദാബിൻ അലീം, കഠോരമായ ശിക്ഷ അവർക്ക് ലഭിക്കും. യൗമ യുഹ്മാ അലൈഹാ, അവർക്ക് ചൂടുപിടിപ്പിക്കപ്പെടുന്നതാണ്. ഫീ നാരി ജഹന്നമ, ജഹന്നമിന്റെ തീയിലൂടെ ഫതുക്വാ ബിഹാ, അവരെ ചൂടുപിടിക്കപ്പെടും. ജിബാഹും, അവരുടെ ജിബാഹ് ജബീൻ, ഇതാണ് ജിബാഹ്. എന്തുകൊണ്ട്? ഒരാൾ ചോദിക്കാൻ വരുമ്പോൾ ആദ്യം വരൽ ഏത് ഭാഗത്തിൽ കൂടിയാണ്? മുമ്പിൽ കൂടിയാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത് ആ മുഖത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ജിബാഹും, അവൻ സ്വർണത്തെയോ വെള്ളിയെയോ ഡോളറിനെയോ സൂക്ഷിച്ചു വെച്ചതിനെ അതിലൂടെ ചൂട് പിടിപ്പിക്കപ്പെടും അവൻ്റെ നെറ്റിത്തടത്തെ. ഓ ജുനൂബും, പിന്നെ പെരുന്നാളിലേക്ക് എന്താ കാട്ടൽ? ഇത് സൈഡ് കാട്ടും. അവൻ അവിടുന്ന് സ്ഥലം മാറും. അല്ലേ? അതുകൊണ്ട് സൈഡിനെയും ചൂട് പിടിപ്പിക്കും. പിന്നെയോ ഓ ജുനൂബും, ജിബാഹും ജുനൂബും അവരുടെ സൈഡിനെ, പിന്നെ ഓ ദുഹൂറും അവരുടെ ബാക്ക് സൈഡിനെ. എന്താണ് ചെയ്യുക? നേരിട്ട് പിന്തിരിയുമ്പോൾ വരൽ ബാക്ക് സൈഡാണ്. കണ്ടില്ലേ? അള്ളാഹു പറഞ്ഞ ശൈലിയെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. അള്ളാഹ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ചൂടുപിടിപ്പിക്കൽ ആദ്യം മുമ്പത്തെ ഭാഗം, കാരണം പിന്തിരിയാൻ ആദ്യം ഉപയോഗിക്കുന്നത് മുൻഭാഗം, പിന്നെ ജുനൂബും സൈഡ് ഭാഗം, പിന്നെ ളുഹൂറും ബാക്ക് ഭാഗം. എന്നിട്ട് അവനോട് പറയപ്പെടും, ഹദാ മാ കനസ്തും ലിഅൻഫുസികും, പിടിച്ചോ നീ സൂക്ഷിച്ച കാശാണിത്, പിടിച്ചോ നീ സൂക്ഷിച്ച ഡോളറാണിത്, പിടിച്ചോ നീ സൂക്ഷിച്ച സ്വർണ്ണമാണിത് എന്ന് അവനോട് പറയപ്പെടും. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ സൂക്ഷിച്ചതിനെ നിങ്ങൾ ശരിക്കും രുചിച്ചോളീനെന്ന് പരലോകത്തിൽ അള്ളാഹു പറയുമെന്ന് ലോകാത്ഭുത ഗ്രന്ഥമാകുന്ന ഖുർആനിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു വാണിംഗ് നൽകുന്നു. അള്ളാഹ് നമ്മെ ഇങ്ങനെയുള്ള അപകട മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് വളരെ ചെറിയ തുക, ഒരാളുടെ കൂടെ 85 ഗ്രാം അഥവാ 85 ഗ്രാമിൻ്റെ വില വരുന്നതായ കാശ് ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ കൂടെ
200 ദിർഹം എന്ന് പറയപ്പെടുന്നതായ പഴയ 56